അല്പനേരത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് കൊരിന്ത്യർ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് നിങ്ങൾക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമം നിങ്ങൾ പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ബഹുഭൂരിഭാഗം പുസ്തകങ്ങളും എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. പ്രൈസ് ദി ലോർഡ്. ആദിമസഭയെ വല്ലാതെ പീഡിപ്പിക്കുകയും ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുകയും കർത്താവിനെ ആരാധിച്ചിരുന്നവരെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന പ്രൈസ് ദി ലോർഡ് റോമ പട്ടാളക്കാരുടെ അധികാരമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അവിടെ നിന്ന് ദൈവം ദമസ്കസിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പ്രൈസ് ദി ലോർഡ് ജാതികളോട് സുവിശേഷം അറിയിപ്പാനും ജാതികളെ കർത്താവിലേക്ക് ആനയിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് ഉപയോഗിച്ചു. പിന്നീട് ജാതികളുടെ അപ്പോസ്തലൻ എന്ന പേരിൽ അപ്പോസ്തലനായ പൗലോസ് അറിയപ്പെട്ടു. നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ നിയമത്തിലെ ബഹുഭൂരിഭാഗം പുസ്തകങ്ങളും എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. അത് എഴുതിയത് പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് പ്രിസൺ എപ്പിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത് കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുമ്പോൾ അതിനകത്തിരുന്ന് ആരോടും പരിഭവം പറയാതെ ആരോടും കുറ്റം പറയാതെ ദൈവത്തിന്റെ വചനം എഴുതി ഇന്നത്തെ സഭയ്ക്ക് വേണ്ടി കൈമാറിയ അപ്പോസ്തലനായ പൗലോസ് ശരിക്കും പ്രാർത്ഥിക്കുന്ന കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും, ജഡത്തിലും പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും. പൗലോസ് അപ്പോസ്തലൻ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരെക്കാളും അധികമായി ഞാൻ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ഞാൻ ആരാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥന ജീവിതമുള്ള അങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ജഡത്തിൽ ഒരു ശൂലമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്തുവാ ഈ ജഡത്തിലെ ശൂലം? A thorn in the flesh. ജഡത്തിലൊരു ശൂലം ഉണ്ടെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ശൂലം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ജഡത്തിൽ തനിക്കുണ്ടായ ഒരു ബലഹീനതയുമായിട്ട് അത് മാറിപ്പോകുവാൻ പിതാവിനെ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിപ്പാനായിട്ട് പോയി. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം അത് മാറിപ്പോകേണ്ടതിനായി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചു. വേദപണ്ഡിതന്മാർ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് പ്രൈസ് ദി ലോർഡ് ഈ ഇതെല്ലാം കുത്തുന്നതിന് കണ്ടല്ലോ, ആ ഭാഗത്തുകൾ വായിച്ചാൽ മനസ്സിലാകും. 3 വട്ടം കർത്താവ് പ്രൈസ് ദി ലോർഡ് ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ മൂർച്ചയുള്ള മുള്ളില്ലയോ അതേ പരിഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടി മുറിവേൽപ്പിക്കുന്ന ഒരു വേദന പോലെ പലപ്പോഴും പൗലോസ് അപ്പോസ്തലനെ ക്ഷീണിപ്പിച്ച് കളയുന്ന ബലഹീനത ശരീരത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പണ്ഡിതന്മാർ പറയുന്നത് ഒരു പക്ഷേ അത് ഫിറ്റ്സ് ഉണ്ടായിരിക്കാം. അപ്പോസ്തലൻ അതിന് തെളിവുകളൊന്നുമില്ല. ഒരു രീതിയിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഫിറ്റ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ബലഹീനത എന്ന് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് കണ്ണിന് അന്ധത ബാധിച്ചിരുന്നു, പാർഷ്യലായിട്ട് കാണാൻ കഴിയാത്ത രീതിയിൽ അന്ധത കണ്ണിനെ ബാധിച്ചിരുന്നു, അതാണ് ബലഹീനത എന്ന് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് ശരീരത്തിൽ വല്ലാത്ത വൈകല്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും നടക്കാൻ കഴിയാതെ വക്രിച്ചു പോയ പ്രൈസ് ദി ലോർഡ് കാലുകളുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ശരീരത്തിലുണ്ടായിരുന്ന ബലഹീനതയാണ് പ്രൈസ് ദി ലോർഡ്, വൈകല്യത്തെയാണ് ബലഹീനത എന്ന് പറയുന്നത്. തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ചിലർ പറയുന്നുണ്ട് അടിക്കടിയായി ഒന്നിടവിട്ട് അപ്പോസ്തലനായ പൗലോസിന് ഞെരുക്കമുണ്ടായിരുന്നു, കഷ്ടതയുണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, ഉപദ്രവം ഉണ്ടായിരുന്നു, സുവിശേഷ നിമിഷം വല്ലാതെ ഭാരപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്കും ഏതെല്ലാം വിഷയങ്ങളെ പുറത്ത് നമ്മൾ ഭാരപ്പെടുന്നുണ്ടോ ആ വിഷയമെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാനും എൻ്റെ ശരീരത്തിൽ ബലഹീനതയാൽ ഭാരപ്പെട്ടവനാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് വിഷയമുണ്ടെന്ന് പറഞ്ഞാലും അപ്പോസ്തലനായ പൗലോസ് പറയുക, എൻ്റെ ശരീരത്തിൽ എനിക്ക് ഞെരുക്കമുണ്ട്, എനിക്ക് കഷ്ടതയുണ്ട്, എനിക്ക് പട്ടിണിയുണ്ട്, എനിക്ക് പ്രയാസങ്ങളുണ്ട്, അതിനപ്പുറമായി എൻ്റെ ശരീരത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ബലഹീനതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് തെളിവായിട്ട് അപ്പോസ്തലനായ പൗലോസ് 2 ഭാഗത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വായിച്ചേ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യവും. 2 കൊരിന്ത്യർ ചാപ്റ്റർ 10 വേഴ്സ് 10, 11 വേഴ്സ് 16. ഒരു രീതിയിൽ പറഞ്ഞാൽ മറ്റുള്ളവർ പലപ്പോഴും പറയാറുണ്ട് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് പലപ്പോഴും ശരീരത്തിൽ ബലമുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. പലയിടത്തും പോയി നിൽക്കുമ്പോൾ എഴുത്തിലൊക്കെ ഭയങ്കരമായി ശക്തമായിട്ട് എഴുതുന്നുണ്ടെങ്കിലും ശരീര സന്നിധി അനുസരിച്ച് ബലഹീനനാണ്. അങ്ങനെ പലരും കുറ്റം പറയുന്നത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ ശരീരത്തിൽ എനിക്ക് ബലഹീനതയുണ്ട്. ഈ ബലഹീനത നീങ്ങിപ്പോകുവാൻ, ഈ വൈകല്യം മാറിപ്പോകുവാൻ, ഈ പ്രതികൂലം വിട്ടുപോകുവാൻ അപ്പോസ്തലനായ പൗലോസ് ദൈവസന്നിധിയിൽ പോയി എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് തനിക്ക് ബലഹീനത വന്നപ്പോൾ ആരോടും പോയി പറഞ്ഞില്ല, പകരം ദൈവത്തോട് പോയി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
നിങ്ങളുടെ ബലഹീനതകൾ പറയാൻ പറ്റിയ നല്ല സ്ഥലം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ബലഹീനതകളെ പറയാൻ പറ്റിയ, നിങ്ങളുടെ കുറവുകളെ പറയാൻ പറ്റിയ, നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ പറ്റിയത് മറ്റാരുടെയും അടുക്കലല്ല, മനുഷ്യരുടെ അടുക്കലേക്കല്ല, അത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ മുമ്പാകെ പോയി എൻ്റെ വാദം പറയത്തില്ല, ഞാൻ മനുഷ്യരുടെ മുമ്പാകെ പോയി പ്രൈസ് ദി ലോർഡ് എൻ്റെ ബലഹീനതയെ കുറിച്ച് പറയത്തില്ല, എൻ്റെ വിഷമം പറയത്തില്ല. എനിക്ക് പറയുവാൻ കഴിയുന്നവൻ ഉയരത്തിലുണ്ട്, ഞാൻ അവനോട് പറയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബലഹീനത, എൻ്റെ ശരീരത്തിലുള്ള ബലഹീനത ഞാൻ ദൈവസന്നിധിയിൽ പോയിരുന്ന് പറയും. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പോയിരുന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു മറുപടി പറഞ്ഞു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ദൈവസന്നിധിയിൽ ഒരു മറുപടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് വിഷയവുമായി ദൈവസന്നിധിയിൽ പോയാലും നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു മറുപടി ഉണ്ട്. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച? കർത്താവേ, ഈ ബലഹീനത എന്നെ വിട്ട് മാറണമേ. ദൈവം എന്താ മറുപടി പറഞ്ഞത്? പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. 1-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. 2-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ രോഗം എന്നെ വിട്ട് മാറണം, ഈ ബലഹീനത എന്നെ വിട്ട് മാറണം, ഈ നിന്ദ എന്നെ വിട്ട് മാറണം, ഈ കഷ്ടപ്പാട് എന്നെ വിട്ട് മാറണം, ഈ പ്രതികൂലം എന്നെ വിട്ട് മാറണം, ഈ ലജ്ജ എന്നെ വിട്ട് മാറണം. ദൈവം പറഞ്ഞു, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. 3-ാം പ്രാവശ്യവും അത് പിടിച്ചുകൊണ്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെയും ദൈവം പറയുക, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. My God says, my grace is sufficient for you. എൻ്റെ കൃപ നിനക്ക് മതി. എന്തുവാ ഈ കൃപ? ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഗ്രേസ്. വാട്ട്സ് ഗ്രേസ്? എൻ്റെ കൃപ നിനക്ക് മതി. ഗ്രേസ് എന്ന വാക്കിൻ്റെ ശരിയായ ഡെഫിനിഷൻ അൺഡിസേർവ്ഡ് ബ്ലെസ്സിങ്, അൺമെരിറ്റഡ് ഫേവർ, അർഹതയില്ലാത്ത നന്മ. അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രതിഫലേച്ഛ കൂടാതെ ദൈവം നൽകുന്ന ദാനമാണ് കൃപ. പ്രൈസ് ദി ലോർഡ്. അർഹതയുണ്ടോ മാമേ? മേടിക്കാൻ അർഹതയുണ്ടോ? ഇല്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രതിഫലേച്ഛ കൂടാതെ ദൈവം തരുന്ന ദാനമാണ് പ്രൈസ് ദി ലോർഡ് കൃപ. അൺമെരിറ്റഡ് ഫേവർ, അൺഡിസേർവ്ഡ് ബ്ലെസ്സിങ്സ്. നമുക്ക് അർഹതയില്ലെങ്കിലും തമ്പുരാൻ നമ്മളെ മാനിച്ചുകൊണ്ട്, നമ്മെ സ്നേഹിച്ചുകൊണ്ട്, പുത്രനിലൂടെ നമ്മളെ കണ്ടുകൊണ്ട് നമുക്ക് തരുന്ന നന്മയാ, ആ അനുഗ്രഹത്തിനെയാ ഗ്രേസ്, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ കൃപ എന്ന് പറയുന്നേ. ദൈവം അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യാക്കോബ് അപ്പൻ്റെ വീട്ടിൽ നിന്ന് അമ്മായിയപ്പനായ ലാബാന്റെ വീട്ടിലോട്ടുള്ള യാത്ര മധ്യയാണ് ബഥേലിൽ വരുന്നത്. ബഥേലിൽ എത്തിക്കഴിഞ്ഞേച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ചേ, ക്ലൂലെസ് ആണ്. ഇനി അടുത്തൊരു ചുവട് വെപ്പാനായിട്ട് അറിയത്തില്ല. നാളെക്കുറിച്ച് ഓർത്താൽ മുട്ടുകാല് പറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ചെന്ന് കയറുന്ന വീട്ടിലോട്ട് യാക്കോബിന് വലിയ പരിചയമൊന്നുമില്ല. തൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. ആരെങ്കിലും പിടിച്ചണയ്ക്കുമോ? നാളത്തെ ആഹാരം രീതികൾ എങ്ങനെയാ? എനിക്കിനി ഒരു കുടുംബം ഉണ്ടാകുമോ? നാളത്തെ ചിന്തയെക്കുറിച്ച് ഓർക്കുമ്പോൾ യാക്കോബിന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാതെ പരിഭ്രമിച്ച് വഴിയാത്രകൾ, പ്രൈസ് ദി ലോർഡ്, ഒത്തിരി ദൂരം വഴിയാത്ര ചെയ്തിട്ട് കൂടെ വരാൻ ആരുമില്ല. വയസ്സായ അപ്പനും അമ്മയും ഭവനത്തിലിരിക്കുക. ജ്യേഷ്ഠൻ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയും. അങ്ങനെ ഒരു അവസ്ഥയിൽ എഴുന്നേറ്റ് നടന്നിട്ടാണ് ഈ സ്ഥലത്ത് വന്നെത്തിയത്. രാത്രി സന്ധ്യ മയങ്ങിയപ്പോ അവിടെ പ്രൈസ് ദി ലോർഡ് കിടന്നൊരു കല്ലെടുത്ത് തലയണയാ എടുത്ത് വെച്ചിട്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങിയ. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയത് അവിടെ ആരാധിക്കാൻ വേണ്ടിയൊന്നുമല്ല. ആ സ്ഥലത്ത് എത്തിയപ്പോ ക്ഷീണം വന്നു, അവിടെ കിടന്നുറങ്ങി. എന്നാൽ അവന്റെ ഉറക്കത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോ ആ സ്ഥലത്ത് അവൻ കണ്ടു, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി. ആ ഗോവണിയിൽ നിന്ന് ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുക. അത് കണ്ടപ്പോ യാക്കോബ് പറഞ്ഞു, ഈ സ്ഥലത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിനെ കണ്ടപ്പോ, ദൈവ സാന്നിധ്യം അറിഞ്ഞപ്പോ, ദൈവത്തിന്റെ ദൂതനെ കണ്ടപ്പോ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എനിക്ക് വേണ്ടത് മനുഷ്യന്റെ സഹായമല്ല. എനിക്ക് വേണ്ടത് പ്രൈസ് ദി ലോർഡ് രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരുടെ സഹായമല്ല. എനിക്ക് വേണ്ടത് വാക്കുമാറിപ്പോകുന്ന മനുഷ്യന്റെ സഹായമല്ല. എനിക്ക് വേണ്ടത് എന്റെ ദൈവത്തിന്റെ കരമാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടത് എൻ്റെ കർത്താവിൻ്റെ കരമാ. ഗ്രേസ് മനസ്സിലായോ? കൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാതിരിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ തേടി വരുന്നതാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പലരോട് സഹായം ചോദിക്കും. അവർ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഭാരം തോന്നും. നമ്മൾ പറയും, എന്നാലും സഹായിച്ചില്ലല്ലോ. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിൽ ആരാധിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ
നിങ്ങളുടെ നിസ്സഹായുടെ അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴും തിരിച്ചറിഞ്ഞോളണം, ഒരു രാത്രി നിങ്ങൾക്ക് ദൈവത്തോടിരിക്കാൻ തയ്യാറായാൽ തമ്പുരാൻ നിങ്ങളെ തേടി വരും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മൾ ആയിരിക്കുന്നിടത്ത്, യാക്കോബ് ഇരുന്ന സ്ഥലത്ത് കർത്താവ് എന്ത് ചെയ്തു? തേടി ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെന്റെ അനുഭവമാ, ഇതെന്റെ പ്രതികൂലത്തിന്റെ സമയമാ, ഇതെന്റെ നിന്ദയുടെ സമയമാ. ഇറ്റ്സ് എ ടൈം ഓഫ് അൺസർട്ടനിറ്റി. എനിക്ക് അറിയത്തില്ല നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. കർത്താവേ, എനിക്ക് നാളെ നോക്കുമ്പോൾ ഭയമാ, എന്റെ ഭാവിയെ നോക്കുമ്പോൾ എനിക്ക് വലിയ ഭയമാ തോന്നുന്നത്. യാക്കോബ് പറയുക, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. നമ്മളൊരു പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ, ഒരു ശോധനയിലൂടെ പോകുമ്പോൾ, ഒരു പ്രയാസത്തിലൂടെ പോകുമ്പോൾ, ഒരു രോഗത്തിന്റെ നടുവിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചോളണം. നമ്മുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ പറയും, എൻ്റെ പ്രശ്നങ്ങൾ പാസ്റ്റർക്ക് അറിയാഞ്ഞിട്ടാ. എൻ്റെ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ പ്രശ്നങ്ങളെല്ലാം വലിയതാ. നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ അളവും വലുതാ. Praise the Lord. When you have a greater difficulty, you have a greater grace for you. ഞാനത് പറയട്ടെ. യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5000 പേരെ പോഷിപ്പിച്ചു. 5000 പേർക്ക് പോഷിപ്പിച്ചു കഴിഞ്ഞിട്ട് എത്ര ബാക്കി വന്നു? 12 കൊട്ട ബാക്കി വന്നു. കുഞ്ഞുങ്ങളും പറയണം, 12 കൊട്ട എന്ത് ചെയ്തു? ബാക്കി വന്നു. പ്രൈസ് ദി ലോർഡ്. 2 പ്രാവശ്യം ഇതേ അത്ഭുതം നടന്നിട്ടുണ്ട് 2 സ്ഥലത്തായിട്ട്. ഒന്ന് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പിന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്, 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് എത്ര പേരെ? 4000 പേരെ പോഷിപ്പിച്ചു. എത്ര ബാക്കി വന്നു? 7 കൊട്ട ബാക്കി വന്നു. അതെന്താ വിഷയം? ഈ കണക്ക് അങ്ങോട്ട് ടാലിയാവുന്നില്ലല്ലോ. ആദ്യത്തെ പ്രാവശ്യം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞിട്ട് എത്ര ബാക്കി വന്നു? 12 ബാക്കി വന്നു. കറക്റ്റാണേ? ആണ്. രണ്ടാമത്തെ പ്രാവശ്യം 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? 4000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞിട്ട് എത്ര ബാക്കി വന്നു? അതെന്താ 12 ബാക്കി വരാത്തെ? ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ അവിടെ കൂടിയിരുന്ന ജനത്തിന്റെ എണ്ണം കണ്ടോ? 5000 പേര്. കൊടുത്ത ഫുഡിന്റെ അളവ് എത്രയാ? 5 അപ്പവും 2 മീനും, 12 ബാക്കി വന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പ്രാവശ്യം ആള് കുറവാ, നിങ്ങളുടെ പ്രശ്നം കുറവാ, നിങ്ങളുടെ ചലഞ്ചസ് കുറവാ, നിങ്ങളുടെ ഡിഫിക്കൽറ്റി കുറവാ, നിങ്ങൾ പോകൊണ്ടിരിക്കുന്ന പ്രതികൂലം കുറവാ. അപ്പോഴത്തേക്കും കൃപയുടെ അത്രയ്ക്കും മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, നിങ്ങൾ ഏത് പ്രതികൂലത്തിലൂടെയാണോ പോകുന്നത്, അതിനാവശ്യമായ ദൈവകൃപ അത് റെഡി ആയിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ റിസോഴ്സ് അതൊരിക്കലും നിന്നു പോകുന്നതല്ല. ദൈവത്തിന്റെ നന്മ, ദൈവത്തിന്റെ ഉറവിടം, നന്മയുടെ ഉറവിടം അതൊരിക്കലും നിന്നു പോകുന്നതല്ല. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് 100 രൂപയുടെ ആവശ്യമുണ്ട്, എനിക്ക് 1,00,000 രൂപയുടെ ആവശ്യമുണ്ട്, എനിക്ക് 10,00,000 രൂപയുടെ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമാവണ്ണം തരുവാൻ അത് റെഡി ആയിട്ടിരിക്കുക. What is your need? Equal amount of grace is available for you. നിങ്ങളുടെ ആവശ്യമെന്തോ അതിനനുസരിച്ചുള്ള ദൈവകൃപ റെഡിയാ. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നു. നമ്മൾ അവിടെ സാധാരണ ദാനിയേൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ പറയും, സിംഹക്കുഴി കിടന്ന ദാനിയേലല്ലേ എന്ന് ചോദിക്കും. ഈ ദാനിയേൽ സിംഹക്കുഴി കിടക്കുന്നതിന് മുമ്പേ ദാനിയേലിനൊരു സ്വഭാവം ഉണ്ട്. എന്തുവാ? പ്രാർത്ഥന. ഒരു ദിവസം മുടങ്ങാതെ 3 നേരവും പ്രാർത്ഥിക്കും. ദാനിയേലിനെതിരെ വിരോധ കൽപ്പന എഴുതി ഉണ്ടാക്കിയെന്ന് ദൈവം അറിഞ്ഞില്ലേ? അറിഞ്ഞു. പിന്നെന്താ വിടുവിക്കാത്തെ? ദാനിയേൽ പ്രാർത്ഥനക്കാരനല്ലേ? ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച ദാനിയേലിന് എതിരെ വിരോധമായി ഒരു രാജകൽപ്പന എഴുതി ഉണ്ടാക്കുന്നു എന്ന് സ്വർഗം അറിഞ്ഞപ്പോ ആ കൽപ്പന അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞ പോരായിരുന്നു. എന്താ ചെയ്യാത്തെ? നിങ്ങളൊരു പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ, നിങ്ങളൊരു വൈദ്യരുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളൊരു ഭാരത്തിന്റെ മുമ്പിൽ ആകുലപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, അടുത്തെന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടെ നിൽക്കുകയാണെങ്കിൽ, കർത്താവിന്റെ വചനം ഉറപ്പിച്ച് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെതിരെ വന്ന വിരോധ കൽപ്പന അല്ല മാറ്റിയത്. ദാനിയേലിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് സിംഹക്കുഴിയിലോട്ട് കൊണ്ടുവിടാൻ പോകുമ്പോഴും ദൈവത്തിന് വേണമെങ്കിൽ വന്നവരെയൊക്കെ പെട്ടെന്ന് അങ്ങ് സ്റ്റില്ലാക്കി നിശ്ചലമാക്കി മാറ്റിവെച്ച് വേണമെങ്കിൽ ദാനിയേലിനെ രക്ഷപ്പെടുത്താമായിരുന്നു. ദാനിയേലിനെ പിടിച്ചുകെട്ടി സിംഹക്കുഴിയിലോട്ട് കൊണ്ടിട്ടു. ഇനി ശ്രദ്ധിച്ച്, ദാനിയേലിനെതിരെ വിരോധ കൽപ്പന വന്നപ്പോഴല്ല ദൈവം ഇടപെട്ടത്.
ദാനിയേലിനെതിരെ പ്രതികൂലം വന്ന് അവനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുമ്പോഴുമല്ല ദൈവം ഇടപെട്ടത്. ദൈവം ഇറങ്ങി വന്നത് ദാനിയേലിന്റെ സിംഹക്കുഴിക്കകത്താ. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ സിംഹക്കുഴിക്കകത്താ. എല്ലാവരും പറഞ്ഞു ദാനിയേൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ദാനിയേൽ ഇല്ല. ദാനിയേൽ എന്ന പ്രാർത്ഥനക്കാരൻ ഇനി ഇല്ല. ദാനിയേൽ എന്ന ഉപദേശി ഇനി ഇല്ല. ദാനിയേൽ എന്ന ദൈവദാസൻ ഇനി ഇല്ല. ദാനിയേൽ എന്ന പ്രാർത്ഥനക്കാരന്റെ ജീവിതം അവസാനിച്ചു. ഇനി അഡ്രസ് ഇല്ലാതെ തീർന്നു പോകുക. ദൈവം പറയുക, നിങ്ങൾക്ക് തെറ്റി, എന്റെ കൃപ അവന് ധാരാളം. അവൻ കിടക്കുന്നിടത്ത് എന്റെ സാന്നിധ്യം ഇറങ്ങും. അവൻ കിടക്കുന്ന സിംഹക്കുഴിയിൽ എന്റെ സാന്നിധ്യം ഇറങ്ങും. അവനെ വലിച്ചു പുറത്തെടുത്ത് ഞാൻ അവന്റെ അഡ്രസ് മാറ്റും. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്ന സ്ഥലം കണ്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സിംഹക്കുഴിയിൽ എന്തെങ്കിലും നടക്കുമോ? സിംഹക്കുഴിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ സിംഹക്കുഴിയിലും അത്ഭുതം നടക്കും. ദൈവകൃപ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദാനിയേലിനെതിരെ വിരോധകൽപ്പന എഴുതിയപ്പോ ദൈവം ദാനിയേലിനെ രക്ഷിച്ചെങ്കിൽ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രാർത്ഥനക്കുറിനെ കുറിച്ച് നമ്മൾ അറിയത്തില്ലായിരുന്നു. ഇന്ന് സിംഹക്കുഴിക്കകത്ത് നിന്ന് ഒരു ഭക്തനെ പുറത്തിറക്കിയ ദൈവത്തെ അറിയാന്നുള്ളത് കൊണ്ട് ഏത് പ്രതികൂലത്തിലും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നിങ്ങൾ ഏത് പടുകുഴിയിലാണെങ്കിലും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ മക്കള് ഇന്ന് പകൽക്കാലം നെഞ്ചത്ത് കൈവച്ചു പറയണം, എന്റെ വിഷയത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ വിഷയത്തിൽ ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. ഈ പ്രതികൂലം എന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം അനുവദിക്കത്തില്ല. ശത്രു എന്നെ ബലഹീനപ്പെടുത്തി എന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുകയാണെങ്കിലും ഇതിനപ്പുറത്തേക്ക് കർത്താവ് എന്നെ പുറത്തേക്ക് കൊണ്ടുവരും. അവന്റെ കൃപ എനിക്ക് ധാരാളമുണ്ട്. അവന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. എന്റെ കൃപ നിനക്ക് മതി. പൗലോസ് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെന്നെ വിട്ട് മാറിപ്പോണം. ദൈവം പറയുക, എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. എന്റെ കൃപ നിനക്ക് മതി. രണ്ടാമത്തെ നോക്കിയാണ്, പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് രണ്ട് മറുപടിയാണ് കർത്താവ് പറഞ്ഞത്. ഒന്ന്, എന്റെ കൃപ നിനക്ക് മതി. രണ്ടാമത്തെ എന്തുവാ? എന്റെ ശക്തി ബലഹീനതയിൽ. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രതികൂലമുണ്ടെങ്കിൽ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വിഷയങ്ങളും ഇല്ലാത്തവരാരും ലോകത്തിലില്ല. നമുക്ക് ഓരോരുത്തർക്കും വിഷയങ്ങൾ വ്യത്യസ്തമാണ്. വിട്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ വ്യത്യസ്തമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ വിഷയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പക്ഷേ ആരും പറയത്തില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കർത്താവേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. കർത്താവ് പറഞ്ഞു, മോനെ എൻ്റെ കൃപ നിനക്ക് മതി. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടുള്ളത് അറിയത്തില്ല, എൻ്റെ അടുക്കൽ ഒരു അമ്മയും മോനും ഇരിക്കുമായിരുന്നു. ഞാൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് അമ്മയും മോനും ഇരിക്കുക. പ്രൈസ്. ഞാൻ വർഷം മുമ്പ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, യാത്ര ചെയ്യുന്ന സമയത്താണ്. എൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്മയും മോനും വന്നിരുന്നു. ഒരു ചെറിയ കുഞ്ഞ്. പ്രൈസിലോട് ഒരു നമ്മുടെ അയൻമോൻ്റെ ഒക്കെ പ്രായം വരും. പ്രൈസിലോട് 3-4 ഇയേഴ്സ്, 2-3 ഇയേഴ്സ് ഒക്കെ വരും. പ്രൈസിലോട് അവൻ അവിടെ ഇരിക്കുക, കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഈ ട്രെയിന്, നിങ്ങളറിയാലോ, ഈ ടണലിനകത്ത്, തുരങ്കത്തിനകത്തൂടെ അങ്ങ് കയറി. തുരങ്കത്തിനകത്തോട്ട് കയറിയപ്പം ഇവൻ അമ്മയുടെ കൈവിട്ടേച്ച് എൻ്റെ സൈഡിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് വന്നു. അവൻ ഇങ്ങനെ ഓടി അവിടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ അവൻ ഇടയ്ക്ക് അമ്മയെ നോക്കുന്നുണ്ട്, അവിടെ നിൽപ്പുണ്ട്, പിന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ അങ്ങോട്ട് തുരങ്കത്തിനകത്തോട്ട് കയറിയപ്പോൾ പെട്ടെന്ന് അങ്ങ് സ്റ്റില്ലായി. എനിക്കറിയാം കുഞ്ഞവിടെ നിൽപ്പുണ്ട്, ഇപ്പം കരയുമെന്ന്. ആ ഇരുട്ടങ്ങോട്ട് മൂടാൻ തുടങ്ങി. പിച്ച് ഡാർക്ക്, നല്ല ഇരുട്ടായി, ഒന്നും കാണത്തില്ല. ഇവനങ്ങ് ഭയങ്കരമായിട്ട് കരയോ, വലിയ വായിൽ കരയാൻ തുടങ്ങുക. ഇവന്റെ കരച്ചിൽ ഭയങ്കരമായിട്ട് അങ്ങ് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ശബ്ദത്തിൽ ഇവൻ ഇച്ചിരി കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദമൊന്നുമില്ല. എനിക്ക് പെടാതായി പോയി പെട്ടെന്ന്. കാരണം ഇരുട്ടത്തായൊന്നും കാണത്തില്ല. ഇച്ചിരി സെക്കൻഡുകളാണെങ്കിലും നമുക്കൊന്നും അറിയത്തില്ല ആ ഇരുട്ടത്ത് എന്താ നടന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞ് കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞത് കേട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശബ്ദമൊന്നുമില്ല, കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല. പിന്നെ പതിയെ തുരങ്കത്തിന് പുറത്തേക്ക് വന്നപ്പോൾ വെളിച്ചം വന്നു. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ അമ്മ കൈ നീട്ടി ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി. നീ ഏത് ഇരുട്ടത്താണേലും, നീ ഏത് പ്രതികൂലത്തിലാണേലും, നീ ഏത് മരണാകരമായ അവസ്ഥയിലാണേലും, നീ ഏത് വലിയ രോഗത്തിൻ്റെ നടുവിലാണേലും, നീ ഏത് നിരാശയുടെ അർത്ഥത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നാലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോഴും യാക്കോബ് എന്തിനെ സൃഷ്ടിച്ചവനും ഇസ്രായേൽ എന്തിനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്ന ദൈവം പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. നീ പലരോടും അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചെങ്കിലും അവർക്കൊന്നും അത് മനസ്സിലാകത്തില്ല. പൗലോസിനോട് പറയുക,
എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. ദൈവത്തിന്റെ ശക്തി അറിഞ്ഞവരാരും അത് വിട്ട് മാറിയിട്ടില്ല. ദൈവത്തിന്റെ ശക്തിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഏത് വിഷയത്തിന്റെ നടുവിലാണെങ്കിലും ദൈവത്തോട് പറയണം, കർത്താവേ അവിടുത്തെ ശക്തിയാൽ എന്നെ പൊതിയണമേ. ഒന്ന്, ദൈവത്തിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ കൃപയ്ക്കല്ല, മനുഷ്യരുടെ ദയയ്ക്കല്ല, മനുഷ്യരെ പ്ലീസ് ചെയ്യാനല്ല, മനുഷ്യരെ നിങ്ങളോട് സഹതാപം കാണിക്കാനല്ല, ദൈവത്തിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചോളണം. കുഞ്ഞെ, കർത്താവേ നിന്റെ കൃപ എനിക്ക് മതിയപ്പാ, നിന്റെ കൃപ എനിക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്തുവാ ഈ സഫിഷ്യന്റ് എന്ന് പറഞ്ഞേ? മതി. നമ്മൾ പറയത്തില്ലേ, ഇനി അങ്ങോട്ടില്ല, എന്റെ കൃപ മതി നിനക്ക്, നിനക്ക് മനുഷ്യരുടെ സഹതാപം ഒന്നും വേണ്ട. ഒരു പ്രാർത്ഥനക്കാരന്, ഒരു പ്രാർത്ഥനക്കാരത്തിക്ക്, ഒരു ദൈവ പൈതലിന്, കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് ആവശ്യം മനുഷ്യരുടെ ദൈവോ അവരുടെ സഹതാപമല്ല, എന്റെ ദൈവത്തിന്റെ വൻ കൃപയാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി മോനെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഈ ബലഹീനത മാറുന്നതിന് പ്രാർത്ഥിക്കുന്നതിന് പകരം എന്റെ കൃപയ്ക്കായി നീ പ്രാർത്ഥിച്ചോ. നിന്റെ രോഗം മാറാൻ നീ പ്രാർത്ഥിക്കുന്നതിന് അധികമായി നീ എൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചോ. നിന്റെ നിന്ന മാറുന്നതിന് പ്രാർത്ഥിക്കുന്നതിന് അധികമായി നീ എൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തടസ്സങ്ങൾ മാറുന്നതിന്, നിന്റെ ബലഹീനതകൾ മാറുന്നതിന്, നിന്നെ കുത്തുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ സാത്താന്റെ ശൂലം നിന്നെ വിട്ട് മാറുന്നതിന് ബദലായി, പകരമായി നീ എൻ്റെ കൃപയ്ക്കായി നീ പ്രാർത്ഥിച്ചേ. വേഗത്തിൽ ഞാൻ പോട്ടെ. ശക്തി. ശിംശോൻ ദൈവത്തിന്റെ ശക്തിയിലാണ് ഓപ്പറേറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്തേ. എന്നാൽ പാപം ചെയ്തു. ശിംശോന്റെ തലമുടി വെട്ടിമാറി കഴിഞ്ഞപ്പോ ശക്തി പോയി. കണ്ടോ, അവന് ദൈവത്തിന്റെ ശക്തിയും കൃപയൊക്കെ കിട്ടിയപ്പോഴും അവൻ അറിഞ്ഞു, പോയപ്പം അറിഞ്ഞില്ല. അവൻ പഴയതുപോലെ ചാടി എഴുന്നേറ്റു ഫിലിസ്ത്യരുടെ നേരെ. പ്രൈസ് ദി ലോർഡ്. അവൻ അവരെ തകർക്കാനായിട്ട് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി തനിക്ക് ശക്തി പോയി. അവസാനം ശിംശോൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടെ കർത്താവേ അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. ദൈവമക്കൾക്ക് ആവശ്യം ദൈവത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു കർത്താവ് അപ്പോസ്തലന്മാരുടെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1:8. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ലൂക്കോസ് സുവിശേഷം 24:49 കൂടെ വേഗത്തിൽ വായിച്ചേ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1:8, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 24:49. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, until you are clothed with the power from above. ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, ധരിക്കുക. നിങ്ങളുടെ മേലിങ്ങനെ നമ്മളൊരു ബ്ലാങ്കറ്റ് ഇല്ലേ, നമ്മളിരിക്കുന്ന ബ്ലാങ്കറ്റുകൾ നമ്മളെടുത്ത് നമ്മുടെ പുറത്തേക്ക് ഇടുന്നില്ലേ, അതിനെയാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേ അർത്ഥത്തിൽ പറയുക, ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വരുന്നത് വരെ നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. പിതാവ് പ്രൈസ് ദി ലോർഡ് വാഗ്ദത്തം ചെയ്തത് നിങ്ങൾ ലഭിക്കുന്നത് വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇവിടെ വിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ, നമ്മുടെ ജീവിതം നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പൗലോസിനോട് കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഞാൻ ഈ ഭാഗവുമായി കണക്ട് ചെയ്ത് പറയുക, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഒന്ന്, ദൈവകൃപയ്ക്കായി പ്രാർത്ഥിച്ചോളണം. രണ്ട്, ദൈവമക്കള് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുക, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. ഇന്ന് പകൽക്കാലം നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ആധിയുള്ളവരാ. നമ്മൾ പലപ്പോഴും ഭാരപ്പെടുന്നത്, അയ്യോ എന്റെ അവസ്ഥ എങ്ങനെയായി, എന്റെ വിഷയങ്ങൾ എങ്ങനെയാ, അതിനെ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നില്ല, എന്റെ രോഗം ഇതാ, എന്റെ പ്രതികൂലം ഇതാ. അങ്ങനെ വിഷയങ്ങൾ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നില്ല, പകരം അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങളൊരു അത്ഭുതമായി മാറും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോ രോഗമല്ല നിങ്ങൾക്ക് വലുത്. നിങ്ങൾ പറയും, രോഗത്തിലും ഞാൻ സൗഖ്യമുള്ളവനാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ പറയും, ഞാൻ ബലഹീനനെങ്കിലും ഞാൻ ശക്തിയുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിൽ വേണം നമ്മൾ പ്രാർത്ഥിപ്പാൻ. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം വെളിപ്പാടുകൾ ഉണ്ടാവണം. ഇച്ചിരി മുമ്പ് പൗലോസ് പറഞ്ഞു, കർത്താവേ ഇതൊന്നും മാറിപ്പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മളെ പ്രാർത്ഥനാ മുറികളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ രീതികളൊക്കെ അങ്ങ് മാറണം.
അയ്യോ, ഇത് മാറിപ്പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഇത് വല്ലാതെ എന്നെ കുത്തി മുറിവേൽപ്പിക്കുക, ഇതെന്നെ ക്ഷീണിപ്പിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അപ്പോസ്തലനായ പൗലോസ് 10-ാമത്തെ വാക്യത്തിൽ വന്നപ്പോ ഇങ്ങനെ പറയുക, എന്റെ ബലഹീനതയിൽ ഞാൻ ശക്തനായിരിക്കുക, എന്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുക, എനിക്കിപ്പോ ഭയമില്ല. കാര്യം എന്തെന്നറിയാമോ? എനിക്കിപ്പോ ബലഹീനത തോന്നുന്നില്ല. എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ഒരു വാക്യം കൂടെ വായിച്ചേ, എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. പറഞ്ഞേ, വിശ്വസിക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. വിശ്വസിക്കുന്ന എൻ്റെ ശരീരത്തിന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. വിശ്വസിക്കുന്ന എൻ്റെ പഠനത്തിന് വേണ്ടി വ്യാപരിക്കുന്ന എൻ്റെ ദൈവശക്തി. വിശ്വസിക്കുന്ന എൻ്റെ ജോലി മേഖലയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവശക്തിയുണ്ട്. അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം പറയുക, പ്രൈസ് ദി ലോർഡ്, പൗലോസേ, നീ പ്രാർത്ഥിച്ചത് നിന്റെ ബലഹീനത മാറിപ്പോകാനാണെങ്കിൽ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരികയാ. ഇപ്പൊ പൗലോസിന്റെ ടോൺ മാറി. പൗലോസ് പറയുക, പ്രൈസ് ദി ലോർഡ്, എന്റെ ബലഹീനതയെ കുറിച്ച് ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നില്ല, എന്റെ രോഗത്തെ കുറിച്ച് ഓർത്ത് ഞാനിപ്പോ കരയുന്നില്ല, എന്റെ നിരാശയെ കുറിച്ച് ഓർത്ത് എനിക്കിപ്പോ ഭാരമില്ല. കാര്യം എന്തുവാ? കർത്താവിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങി വന്നിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കുമ്പോ ഒരുപക്ഷെ രോഗിയാണെന്ന് തോന്നും, നിങ്ങൾ നോക്കുമ്പോ ഒരുപക്ഷെ പ്രതികൂലമുണ്ടെന്ന് തോന്നും, പക്ഷേ ഞാൻ ശക്തിയോടെ നിൽക്കുക. കാരണം എന്നെ പൊതിഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി പ്രാർത്ഥിച്ചാട്ടെ. ശിഷ്യന്മാരോട് പറഞ്ഞു, 3 വർഷത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതൊക്കെ കറക്റ്റാ. ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. The power from above. ഉയരത്തിലെ ശക്തി കിട്ടിയില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെ പ്രാർത്ഥനകൾ പലപ്പോഴും, അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അയ്യോ ഇതെല്ലാം പ്രശ്നങ്ങളാണല്ലോ, ഇതെങ്ങനെയാ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അങ്ങനെയുള്ള ആദി പിടിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കർത്താവിന്റെ വചനം അത് ഉറപ്പിച്ച് പറയോ, കുഞ്ഞേ, ദൈവകൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനത തികഞ്ഞു വരികയാ. ഇന്ന് പകൽക്കാലം പറ, എൻ്റെ വിഷയങ്ങൾക്ക് അപ്പുറമായി ദൈവശക്തി എൻ്റെ മേൽ വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അവിടുത്തെ ശക്തി എൻ്റെ മേൽ വസിപ്പാനായിട്ടാ. കർത്താവേ, സകലത്തെയും പുതുതാക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി എൻ്റെ മേൽ അധിവസിപ്പാനായി ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്നില്ല. പലപ്പോഴും എൻ്റെ വിഷയങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ നാളെ എന്താകുമെന്നുള്ള എൻ്റെ ആദി എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, എൻ്റെ ഭാവി എന്തായി തീരുമെന്നുള്ള ചിന്ത പലപ്പോഴും എന്നെ അലട്ടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള മുമ്പാകെ ഞാൻ ക്ഷീണിച്ച് ബലഹീനപ്പെട്ട് നിന്ന് പോകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം അവിടുത്തെ ശക്തിയാൽ നീ എന്നെ പൊതിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് ദൈവങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞ്, അതിന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അവിടുത്തെ കൃപ എനിക്ക് വേണം അപ്പാ, അവിടുത്തെ കൃപ എനിക്ക് വേണം കർത്താവേ. പൗലോസ് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, കർത്താവ് പൗലോസേ, മോനെ, ഞാനുണ്ട് കൂടെ, എൻ്റെ കൃപ നിനക്ക് മതി. നിന്നെ കൊണ്ട് പറ്റുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല, അതിൻ്റെ വേദനയും അതിൻ്റെ പ്രയാസവും, നീ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാരമൊന്നും നിന്നെ കൊണ്ട് ചുമക്കാൻ കഴിയുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്. കർത്താവ് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവെ, ഞാൻ പലതും ചെയ്തു നോക്കി, എന്നാലാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. കർത്താവേ, ഈ വേദന ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കർത്താവേ, ഈ പ്രയാസം ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതെന്നല്ല വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ടപ്പ. കർത്താവ് പറയാ, മോനെ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവത്തോട് പറ, കർത്താവേ, അവിടുത്തെ ശക്തിയാൽ എന്നെ പൊതിയണമേ. അപ്പം ഇതുവരെ എൻ്റെ പ്രാർത്ഥനയിൽ പലപ്പോഴും ഞാൻ നിരാശപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് മുന്നോട്ട് ചിന്തിപ്പാൻ കഴിയത്തില്ല. കർത്താവേ, രോഗം, ഈ പ്രതികൂലം, ഈ ഭാരം, ഇതുമായി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കർത്താവേ, അത് പലപ്പോഴും വച്ചു നിർത്താമെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കേട്ട വചനത്തെ പോലെ അവിടുത്തെ കൃപ എനിക്ക് വേണം അപ്പാ, അവിടുത്തെ കൃപ എനിക്ക് വേണം കർത്താവേ,
അവിടുത്തെ കൃപയാൽ എന്നെ പൊതിയണം അപ്പാ. അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം കർത്താവേ. അവിടുത്തെ ശക്തി എൻ്റെ രോഗത്തിന് ബലഹീനതയ്ക്ക് അപ്പുറമായി കർത്താവേ. അവിടുത്തെ ശക്തിയാൽ എന്നെ പൊതിയണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ പൊതിയണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ചു.